വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. ഓപ്പൺ കോഴ്സിന്റെ പുതിയൊരു ലെക്ചറിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ ലെക്ചറിൽ നമ്മൾ പ്രധാനമായിട്ടും ഫ്രാക്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. സോ വൾഗർ ഫ്രാക്ഷൻ ഓർ കോമൺ ഫ്രാക്ഷൻ ഓർ കോമൺ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് സാധാരണ m/n എന്ന ഫോമിൽ വരുന്ന നമ്പേഴ്സിനെയാണ്. n should not be equal to 0. എമ്മും എന്നും ഇൻറ്റീജേഴ്സ് ആയിരിക്കും. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ സാധാരണയായിട്ട് വൾഗർ ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ ഫ്രാക്ഷൻസ് എന്ന് സാധാരണയായിട്ട് വിളിക്കുന്നത്. ഓക്കെ, ഇതിന്റെ മുകളിലുള്ള എമ്മിനെ നമ്മൾ ന്യൂമറേറ്റർ എന്നും എന്നിനെ നമ്മൾ ഡിനോമിനേറ്റർ എന്നും പറയും. അംശം ഛേദം. സോ പ്രധാനപ്പെട്ട ഫ്രാക്ഷൻസിനെ കുറിച്ച് പറയുമ്പോൾ ഉള്ള ചില എലമെന്ററി പ്രോപ്പർട്ടീസ്. സാധാരണയായിട്ട് m/m എന്ന് പറഞ്ഞ ഫ്രാക്ഷനെ നമ്മൾ 1 ആയിട്ടാണ് എടുക്കുന്നത്. സോ അതിന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരു ഫ്രാക്ഷൻസിന്റെ സെയിം ആണെങ്കിൽ ദാറ്റ് ഫ്രാക്ഷൻ ഈസ് ആക്ച്വലി 1. രണ്ടാമത്തേത് 0/m എന്നുള്ള ഫോമിലുള്ള എല്ലാ ഫ്രാക്ഷനും ആക്ച്വലി 0 തന്നെയാണ്. സോ ന്യൂമറേറ്റർ 0 വരികയാണെങ്കിൽ ആ ഫ്രാക്ഷൻ എപ്പോഴും 0 തന്നെയാണ്. അല്ലെങ്കിൽ 0യെ നമുക്ക് 0/m എന്ന് എഴുതാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നമ്മൾ ഇവിടെ പറഞ്ഞതുകൊണ്ട് തന്നെ n ഒരിക്കലും 0 ആകാൻ പറ്റില്ല. ഇല്ലെങ്കിൽ m/0 എന്നുള്ളത് മീനിങ്ലെസ് ആണ്. ഓക്കെ, കാരണം നമ്മൾ ഒരിക്കലും m/0ക്ക് പ്രത്യേകമായിട്ടൊരു വാല്യൂ അസൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ അതിനൊരു വാല്യൂ കൊടുക്കുകയോ നമ്മൾ ചെയ്തിട്ടില്ല. ഒരു നമ്പരും m/0 ഒരു നമ്പരും ആകില്ല. ഓക്കെ, നാലാമത്തേത് നമ്മളൊരു ഫ്രാക്ഷൻ എടുത്തു m/n, അതിനെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഡിവൈഡ് ചെയ്താലും ഫ്രാക്ഷൻസ് ഡസ് നോട്ട് ഗെറ്റ് അഫക്റ്റഡ്. ഓക്കെ, സോ ആക്ച്വലി ഇറ്റ് മീൻസ് ദാറ്റ് നമ്മൾ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോഴും ഡസ് നോട്ട് അഫക്ട് ദ ഫ്രാക്ഷൻ. ഓർ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററെയും സെയിം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, സോ ഇതെല്ലാം എന്ത് തന്നെയാണ്? m/n തന്നെയാണ്. സോ ഇതാണ് ഒരു m/n എന്നുള്ള ഫോമിൽ n not equal to 0 എന്ന ഫോമിൽ വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. സോ ഇതല്ലാതെ ഒരുപാട് ഫോംസ് ഓഫ് ഫ്രാക്ഷൻസ് ഉണ്ട്. സോ ഡിഫറെന്റ് ഫോംസ് ഓഫ് ഫ്രാക്ഷൻസ്. വിവിധ തരത്തിലുള്ള ഫ്രാക്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ ലോവസ്റ്റ് ഫോം, ഫ്രാക്ഷൻസ് ഇൻ ദ ലോവസ്റ്റ്. ഓക്കെ, ഒരു ഫ്രാക്ഷനെ ലോവസ്റ്റ് ഫോം, ഒരു m/n എന്നുള്ളൊരു ഫ്രാക്ഷനെ ലോവസ്റ്റ് ഫോമിലാണെന്ന് പറയണമെങ്കിൽ അതിന്റെ HCF, എമ്മിന്റെയും എന്നിന്റെയും HCF 1 ആയിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ എമ്മിനും എന്നിനും കോമൺ ഫാക്ടേഴ്സ് ഉണ്ടാകണം. നോ കോമൺ ഫാക്ടേഴ്സ് ഫോർ ബോത്ത് m, n. ഓക്കെ, സോ നമുക്കൊരു ഫ്രാക്ഷൻസ് തരികയാണ്. ആ ഫ്രാക്ഷനെ ലോവസ്റ്റ് ഫോമിലാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് സാധാരണ ന്യൂമറേറ്ററിന്റെയും ഡിനോമിനേറ്ററിന്റെയും കൂടെ HCF കണ്ടെത്തുക. ആ HCF കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഡിവൈഡ് ചെയ്യും. സോ ഒരു എക്സാമ്പിൾ പറയാം. ഉദാഹരണമായിട്ട് 5/20. ഓക്കെ, സോ ഇത് ലോവസ്റ്റ് ഫോമിലാണോ എന്ന് അറിയണം. അതിനുവേണ്ടി HCF ഓഫ് 5,20 കണ്ടുപിടിച്ചു. 520 ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് ഇറ്റ്സ് HCF ഈസ് 5. സോ ഇതിനെ ലോവസ്റ്റ് ഫോമിലാക്കാൻ വേണ്ടി ഇതിന്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. സോ 5/5 ഡിവൈഡഡ് ബൈ 20/5 which is actually equal to 1/4. ഇതാണ് ഈ ഫ്രാക്ഷന്റെ ലോവസ്റ്റ് ഫോം. അല്ലെങ്കിൽ ഇതേ ഫ്രാക്ഷൻ തന്നെയാണ് ഇത്. സോ അതിന്റെ ലോവസ്റ്റ് ഫോം എന്ന് പറയുന്നത്, ഒരു ഫ്രാക്ഷൻ ലോവസ്റ്റ് ഫോമിലാകണമെങ്കിൽ അതിന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിൽ കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് ഉണ്ടാകണം. സാധാരണയായിട്ട് എല്ലാ ഫ്രാക്ഷൻസും
ലോവസ്റ്റ് ഫോമിലാകണമെന്ന് നിർബന്ധമില്ല. സോ ലോവസ്റ്റ് ഫോമിലാക്കാൻ വേണ്ടി ഫ്രാക്ഷൻസിന്റെ ന്യൂമറേറ്ററിന്റെയും ഡിനോമിനേറ്ററിന്റെയും HCF കണ്ടെത്തി ഡിവിഷൻ നടത്തുക. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ലോവസ്റ്റ് ഫോമിലുള്ള ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ 3/8, 3യുടെ 8ന്റെയും HCF എന്ന് പറയുന്നത് 1 ആണ്. സോ ഈ ഫ്രാക്ഷൻ ലോവസ്റ്റ് ഫോമിലാണ്. ജനറലി എല്ലാ ഫ്രാക്ഷൻസും ലോവസ്റ്റ് ഫോമിലാകണമെന്ന് നിർബന്ധം. അടുത്ത ടൈപ്പ് ഓഫ് ഫ്രാക്ഷൻ ആണ് പ്രോപ്പർ ഫ്രാക്ഷൻ. പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ ഒരു ഫ്രാക്ഷൻ m/n, ഇതിന്റെ n m-നെക്കാട്ടിലും കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ ഫ്രാക്ഷനെ പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയാം. ഉദാഹരണമായിട്ട് 5/7. ഇവിടുത്തെ m എന്ന് പറയുന്ന 5 ആണ്, n എന്ന് പറയുന്നത് 7 ആണ്. സോ ഇത് ഇസ് എ പ്രോപ്പർ ഫ്രാക്ഷൻ. അതുപോലെ തന്നെ നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ്. ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് എന്ന് വെച്ചാൽ സാധാരണയായിട്ട് m/n എന്നുള്ള ഫോമിലാണ്, വേർ n ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. അങ്ങനെയുള്ള ഫ്രാക്ഷൻസിനെയാണ് നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, 3/2 ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. ഓക്കെ, 7/6 ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. അതായത് ന്യൂമറേറ്റർ ആയിരിക്കുന്നത് ഡിനോമിനേറ്റർ അതിനെക്കാട്ടിലും ചെറുതാണ്. നെക്സ്റ്റ് ഈസ് മിക്സഡ് ഫ്രാക്ഷൻ. മിക്സഡ് ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ ആക്ച്വലി മിക്സഡ് ഫ്രാക്ഷൻസിന്റെ അകത്ത് സാധാരണയായിട്ട് 2 പാർട്ടുകൾ, ഒന്നൊരു ഇന്റീജർ പാർട്ടും കാണും, ഒന്നൊരു ഫ്രാക്ഷണൽ പാർട്ടും കാണും. 2 1/2 എന്നുള്ളത് ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്. സോ ഇതിൻ്റെ അകത്തൊരു ഇന്റീജർ പാർട്ട് ഉണ്ട്, നമ്മൾ സാധാരണ എടുക്കുന്ന ഇന്റീജർ പാർട്ട് ഉണ്ട്. രണ്ടാമത്തത് അതിനൊരു 1/2 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷണൽ പാർട്ട്. ആക്ച്വലി ഇതിന്റെ മീനിങ് എന്ന് വെച്ചാൽ സോ 2 + 1/2 എന്നുള്ളതാണ് ഇതിന്റെ മീനിങ്. സോ ആക്ച്വലി ദിസ് ഈസ് 5/2 ആണ് ഈ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള ഫ്രാക്ഷൻസിനെയാണ് നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് സാധാരണയായിട്ട് വിളിക്കുന്നത്. സാധാരണയായിട്ട് നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷൻസിനെ പലതിനെയും മിക്സഡ് ഫ്രാക്ഷൻസിന്റെ രൂപത്തിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. കാരണം ഉദാഹരണമായിട്ട് 3/2 നമുക്ക് 2 + 1 / 2, ഇതിനെ 2/2 1/2 എന്ന് എഴുതാം, പ്ലസ്, which is actually 1 + 1/2. That is 1/2 ആണ് ആക്ച്വലി 3/2, which is a mixed fraction. So നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷൻസിനെ സാധാരണയായിട്ട് മിക്സഡ് ഫ്രാക്ഷൻസിന്റെ രൂപത്തിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ലൈക്ക് ആൻഡ് അൺലൈക്ക് ഫ്രാക്ഷൻസ്. ഓക്കെ, 2 ഫ്രാക്ഷൻ എടുക്കുക, അതിന്റെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആണെങ്കിൽ അങ്ങനെയുള്ള ഫ്രാക്ഷൻസിനെയാണ് നമ്മൾ ലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. സെയിം ഡിനോമിനേറ്റർ. ഓക്കെ, മീൻ സെയിം ഡിനോമിനേറ്റേഴ്സ് അല്ലെങ്കിൽ നമുക്ക് അതിനെ അൺലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് വിളിക്കാം. ഉദാഹരണമായിട്ട് 3/5 4/5 ലൈക്ക് ഫ്രാക്ഷൻസ് ആണ്. ഓക്കെ, പക്ഷെ 3/5 4/6 അൺലൈക്ക് ഫ്രാക്ഷൻസ് ആണ്. ഓക്കെ, 3/5 1/3 ലൈക്ക് ഫ്രാക്ഷൻസ് അല്ല, അൺലൈക്ക് ഫ്രാക്ഷൻസ് ആണ്. ഇത് ക്ലാസിഫിക്കേഷന് വേണ്ടി നമ്മൾ പറയുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് ഈസ് കോമ്പൗണ്ട് ഫ്രാക്ഷൻ. സാധാരണയായിട്ട് ഫ്രാക്ഷൻ ഓഫ് എ ഫ്രാക്ഷനെയാണ് നമ്മൾ കോമ്പൗണ്ട് ഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഫ്രാക്ഷൻ ഓഫ് എ ഫ്രാക്ഷൻ നമ്മൾ കോമ്പൗണ്ട് ഫ്രാക്ഷൻ. ഉദാഹരണമായിട്ട് 1/2 ഓഫ് 3/5 എന്ന് വെച്ചാൽ ആക്ച്വലി ദിസ് ഈസ് മീനിങ് 1/2 × 3/5 എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഫ്രാക്ഷൻസിനെയാണ് നമ്മൾ കോമ്പൗണ്ട് ഫ്രാക്ഷൻസ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ഈസ് കണ്ടിന്യൂഡ് ഫ്രാക്ഷൻസ്. ഇതാണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ള ഫ്രാക്ഷൻ. കണ്ടിന്യൂഡ് ഫ്രാക്ഷൻസ് എന്ന് വെച്ചാൽ a fraction which contains additional fractions. Additional fraction in the numerator
or denominator. ഓക്കെ, ഒരു ഫ്രാക്ഷന്റെ ഉള്ളിൽ തന്നെ വേറൊരു ഫ്രാക്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളതിനെയാണ് കണ്ടിന്യൂഡ് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ, നമ്മൾ 1/1 പ്ലസ് 1/2 പ്ലസ് 1/3 ഇതൊരു കണ്ടിന്യൂഡ് ഫ്രാക്ഷൻ. ഇവിടെ ഡിനോമിനേറ്ററിന്റെ അകത്ത് വീണ്ടും ഒരു ഫ്രാക്ഷൻ വന്നു, അതിന്റെ അകത്ത് വീണ്ടും ഒരു ഫ്രാക്ഷൻ വന്നു. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ കണ്ടിന്യൂ, അതായത് കണ്ടിന്യൂഡ് ഫ്രാക്ഷൻസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ കണ്ടിന്യൂഡ് ഫ്രാക്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഇതിനെ നമുക്ക് സാധാരണയായിട്ട് കോമൺ ഫ്രാക്ഷൻസിന്റെ രൂപത്തിൽ എഴുതാൻ സാധിക്കും. അതെങ്ങനെയാണ് എഴുതുന്നത് വെച്ചാൽ, ആദ്യം അതിന്റെ ഫ്രാക്ഷണൽ പാർട്ടിനെ നമ്മൾ നോക്കുക, ഏറ്റവും ലാസ്റ്റ് ഫ്രാക്ഷണൽ പാർട്ടിനെ ചെയ്ത് വരിക എന്നുള്ളതാണ് ഇതിന്റെ മാർഗം. സോ ഇതിൽ ലാസ്റ്റ് ഫ്രാക്ഷണൽ പാർട്ട് 2 + 1/3 ആണ്. So 2 + 1/3 is actually, fraction add ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, which is actually 2 × 3 plus 1 × 1 divided by 3, which is actually 7/3. So ഇവിടെ നമുക്ക് 7/3 എന്ന് കൊടുക്കാം. So 1/7/3, which is actually 3/7. So this number is actually equal to 1 divided by 1 plus 1 divided by 7/3 ആയിരുന്നു, അതിനെ 3/7 എന്ന് എഴുതാം. ഇതിനെ വീണ്ടും നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക, 1 plus 3/7, which is equal to 1 × 7 plus 1 × 3 divided by 7, which is actually 10/7. So this is actually 1 divided by 10/7, which is actually 7/10. So 7/10 എന്ന് പറയുന്ന ഫ്രാക്ഷനെയാണ് നമ്മൾ ഈ രൂപത്തിൽ എഴുതി പോയിരിക്കുന്നത്. ഇതിനെയാണ് കണ്ടിന്യൂഡ് ഫ്രാക്ഷൻസ് എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ നമ്മൾ 2-3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമത്തേത്, ഈ കാര്യം സിംപ്ലിഫൈ ചെയ്തപ്പോൾ റെസിപ്രോക്കൽ പറഞ്ഞു. അതായത് 1/a ഫ്രാക്ഷനെയാണ് നമ്മൾ അതിന്റെ റെസിപ്രോക്കൽ എന്ന് വിളിക്കുന്നത്. സോ 1/m/n എന്നുള്ളതിനെയാണ് നമ്മൾ അതിന്റെ റെസിപ്രോക്കൽ എന്ന് വിളിക്കുന്നത്, വിച്ച് ഈസ് സാധാരണയായിട്ട് വിച്ച് ഈസ് n/m. അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷന്റെ m/n എന്ന് പറയുന്ന ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ ഈസ് n/m എന്ന് വെച്ചാൽ ആക്ച്വലി 1/m/n എന്നുള്ളതാണ് അതിന്റെ മീനിങ്. ഓക്കെ, സോ ഇനി നമുക്ക് ഫ്രാക്ഷൻസിന്റെ ഓപ്പറേഷൻസിലേക്ക് നമുക്ക് കടക്കാം. ഓപ്പറേഷൻ, ഓക്കെ, രണ്ട് ഫ്രാക്ഷൻസിനെ സമ്മ് ചെയ്യുക. സോ m divided by n1 plus m2 divided by n2 സമ്മ് ചെയ്യുന്നത്, ആദ്യം നമ്മൾ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, that is m1 into n2. അടുത്തതായിട്ട് ഇത് തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, നടുക്കത്തെ സിമ്പിൾ അതുപോലെ തന്നെ കൊടുക്കുക, that is so m2 into n1 divided by, അടുത്തതായിട്ട് ഇത് തമ്മിൽ ഡിനോമിനേറ്ററിൽ n1 into n2. ഇതാണ് രണ്ട് ഫ്രാക്ഷൻസിനെ തമ്മിൽ സമ്മ് ചെയ്യാനുള്ള എക്സ്പ്രഷൻ. ഓക്കെ, ഇനി ഇവിടെ പ്ലസിന് പകരം മൈനസ് ആണെങ്കിൽ, ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെയും മൈനസ് ആകും എന്നുള്ള ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ ഇങ്ങനെയാണ് രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. സോ m1 divided by n1 into m2 divided by n2. വളരെ എളുപ്പമാണ് ഫ്രാക്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ന്യൂമറേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. സോ m1 into m2 divided by n1 into n2. അടുത്തതായിട്ട് രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ ഡിവിഷൻ എങ്ങനെ പോസിബിൾ ആണ്? ഓക്കെ, ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ പോലെ തന്നെയാണ്. m1 divided by n1 divided by m2 divided by n2. സാധാരണയായിട്ട് ചെയ്യുന്നത് m1 divided by n1 എന്നിട്ട് ഇതിന്റെ ഡിനോമിനേറ്ററിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതിന്റെ റെസിപ്രോക്കൽ എന്ന് വെച്ചാൽ n2 divided by n2, which is actually m1 n2 divided by n1 n2. ഇങ്ങനെയാണ് ഫ്രാക്ഷൻസ് തമ്മിൽ ഓപ്പറേഷൻസ് ചെയ്യുന്നത്.